ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നേ. ഒന്നല്ല, 2 പ്രൊഡക്റ്റ്. അപ്പോൾ കണ്ടാലോ ആണ് ഞാൻ പറഞ്ഞ ആ 2 പ്രൊഡക്റ്റ്. നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു, അപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയും കൂടെ ഒന്ന് കെയർ ചെയ്താലോ, അതിന് പറ്റിയ 2 ബെസ്റ്റ് പ്രൊഡക്റ്റാണിത്. ഗേൾസ് മസ്റ്റ് ബൈ ഐറ്റം ആണ് കേട്ടോ ഇത്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 1.5 മന്ത് കഴിഞ്ഞു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാന്ന് വെച്ചത്. ഇതാണ് സൺഫെയുടെ ലവൻഡർ ആൻഡ് കമോമൈൽ ഇൻറ്റിമേറ്റ് വാഷും ഇതാണ് സൺഫെയുടെ ഇൻറ്റിമേറ്റ് ലൈറ്റനിങ് സെറവും. നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ വരുന്ന ഇച്ചിങ്, ഇറിറ്റേഷൻ, അതുപോലെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഇല്ലേ, അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആട്ടോ ഇത്. അധികം ലാഗ് അടുപ്പിക്കുന്നില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കൈയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകുക. നഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് ഇൻറ്റിമേറ്റ് വാഷ് കുറച്ച് ഡ്രോപ്സ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇൻറ്റിമേറ്റ് ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട് ടു ബാക്ക് എന്ന രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ല വെള്ളത്തിൽ നമ്മൾ കഴുകുക. ഇൻറ്റിമേറ്റ് വാഷ് കൊണ്ട് നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റനിങ് സെറം യൂസ് ചെയ്യാം കേട്ടോ. സെറം സെയിം മെത്തേഡിൽ തന്നെയാണ്. കൈ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റിമേറ്റ് സെറം കുറച്ച് ഡ്രോപ്സ് കയ്യിൽ ഒഴിച്ചു കൊടുക്കുക, റബ്ബ് ചെയ്യുക, ഫ്രണ്ട് ടു ബാക്ക് എന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെറം നല്ല രീതിയിൽ ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രസ്സ് ചെയ്യാവോളെ. ഉണങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തോടെ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ള ഒരു ഫീൽ ഇല്ലേ, ആ രീതിയിൽ വരുവേ. അപ്പം അല്ലെങ്കിൽ അതെല്ലാം ഡ്രസ്സിൽ പറ്റാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ അബ്സോർബ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക. ഡിയർ ഗേൾസ്, നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പർപ്പിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.